ഹായ് ഗായ്സ്, Sreerag Rambo here. നമ്മളിന്ന് നമ്മുടെ ബിനു വച്ചാൻ്റെ കൂടെയാണുള്ളത്. ആള് ഭയങ്കര ട്രൈയിങ്ങിനാണ്, നമ്മൾ ശല്യപ്പെടുത്തണ്ട. അജിനടേ പിന്നെ ഡോൺ, നമ്മുടെ ക്യാമറ ഡോൺ എല്ലാം ഉണ്ട്, ബാക്കി ഇരിക്കുകയാണ്. നമ്മളിന്ന് പോകുന്നത് നമ്മളൊരു റിവേഴ്സ് പാർക്കിംഗ് സെൻസർ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്താണ് യൂസ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലേ. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും നേരെ ബാക്കി സെറ്റിങ്ങും കാര്യങ്ങളോട്ടും നമുക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നെടുമങ്ങാടുള്ള തിരുവോണം കാർ പ്ലസിലാണ്. 2 ഷോപ്സ് അടുത്തടുത്തുണ്ട്. അതിൽ തിരുവോണം കാർ പ്ലസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ലൊക്കേഷൻ ഞാൻ എന്തായാലും ഷെയർ ചെയ്തേക്കാം. നമ്പർ ഓൾസോ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ ജസ്റ്റ് നോക്കാം. ജസ്റ്റ് നോക്കിയിട്ട് റിയർ വ്യൂ സെൻസറാണോ ക്യാമറയാണോ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. രണ്ട് മോഡലാണോ? പിന്നെ ക്യാമറ എത്ര സ്റ്റാർട്ടിങ് എത്ര? ഇത് ക്യാമറ ഉൾപ്പെടെ ആകുമ്പോൾ 600. ഇത് മിറർ ലിങ്ക് അല്ല ഉള്ളത്. അതായത് നമ്മുടെ ഫോണിനകത്ത് സംഭവമില്ല, നമ്മുടെ ഡാറ്റ കേബിൾ വഴി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിൽ കാണാൻ പറ്റും. ഫോണിൽ നമ്മളെ എന്തൊരു നമ്മുടെ ഫോണിൽ എന്തൊക്കെയുണ്ടോ വീഡിയോ ഇട്ടാലും നമുക്ക് ഡാറ്റ കേബിൾ കണക്ട് ചെയ്താൽ മതി. സുഖമായിട്ട് ഫോൺ ചെയ്ത് തന്നെ കിട്ടും. ക്യാമറ വെക്കണമെങ്കിൽ ഇപ്പോൾ കൂടുതൽ ക്യാമറ വെക്കണം. പിന്നെ നിങ്ങൾ സെറ്റ് സിംഗിൾ ടിന്നല്ലേ വെക്കാൻ പറ്റും. സിംഗിൾ ടിന്നല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റമൊന്നും വേണ്ട. നമുക്ക് ഇതിനകത്ത് പെൺഡ്രൈവ് കുത്തിയാലും അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും എല്ലാം അതിനകത്ത് വരും. വീഡിയോ കാണാം, ഫുൾ HD ആണ്. അപ്പോൾ ഇതാണെങ്കിൽ 1400. ഇത് സെയിം കളർ, ബോഡി കളർ ആക്കാൻ പറ്റും കേട്ടോ. കളറിൽ നിങ്ങൾ പെയിന്റിങ് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് വരുന്നുണ്ട്. ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് തരാൻ കുഴപ്പമില്ല. ബ്ലാക്ക് മറ്റേത് 1 ഇയർ ഒന്നും ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കുറയും കേട്ടോ റേറ്റ്. ഫിക്സിങ് ഉൾപ്പെടെയാണ് നമുക്കതിനകത്ത് വലിയ ഒന്നുമില്ല. ഫിക്സിങ് ഉൾപ്പെടെയാണ് നമുക്ക് വരുന്ന റേറ്റ് അങ്ങനെയാണ്. നമുക്ക് പിന്നെ വാറണ്ടി ഉള്ളത് നമ്മൾ കൊടുക്കുന്ന കൂടുതലെന്ന് പറയാം. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളിതിന്റെ സാധനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർ വേറെ സാധനത്തിന് തരും. പക്ഷെ മറ്റേതിനകത്താണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും വാറണ്ടി ഉള്ള എടുക്കണതാണ് നല്ലത്. അതായത് നിങ്ങൾക്ക് എന്തൊരു കാര്യം വന്നാലും നമുക്ക് മാറ്റി തരാൻ പറ്റും. മറ്റേ എത്ര രൂപ കൊടുത്ത് വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പോകാൻ ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പോൾ DVR ആണ്. ഇത് പറയുമ്പോൾ ഇത് DVR ആണ്, റെക്കോർഡിങ് ക്യാമറ. ഫ്രണ്ട് ഉണ്ട്, ബാക്കും ഉണ്ട്. ഓൾറെഡി നമ്മളിത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും റെക്കോർഡാണ്. ബാക്കിൽ റെക്കോർഡാണ്. ബാക്കിൽ റെക്കോർഡിങ് ആയിരിക്കും. കാർഡ് ഇടണോ? മെമ്മറി കാർഡ് ഇടണം. മെമ്മറി കാർഡ്. ഇത് എത്ര രൂപ സ്റ്റാർട്ടിങ്? ഇതല്ല ഞാൻ പറഞ്ഞത് 3500. ഇത് മറ്റേ 2 ക്യാമറ എല്ലാം കൂടെ 400. രണ്ടും ബാക്കും എല്ലാം കൂടെ. മറ്റേത് ഒന്ന് കാണിച്ചു കേട്ടോ. വാറണ്ടി ഉണ്ട്. 300 ക്യാമറ ഉൾപ്പെടെ. നമ്മൾ ഇതിന് വേറെ ഒന്നുമില്ല, ബാക്ക് റിവേഴ്സ് ഡിസ്പ്ലേ വരെ. ഓക്കെ, ഇത് എവിടെ സെറ്റ് ചെയ്യാൻ? ഫ്രണ്ട് നമ്മുടെ ഡാഷ്ബോർഡ് ഇല്ല, ഡാഷ്ബോർഡിന്റെ മുകളിലായിട്ട്. ഡാഷ്ബോർഡിനകത്ത് സെറ്റ് ചെയ്യാൻ വല്ല ഓപ്പുണ്ടോ? അകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ ഒന്നല്ല, നിങ്ങൾ സെറ്റിൽ തന്നെ സെറ്റ് മാറ്റിയിട്ട് ആൻഡ്രോയിഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഇപ്പോൾ ആൻഡ്രോയിഡ് ആണ്. ഹോട്ട്സ്പോട്ട് മാത്രം കണക്ട് ചെയ്താൽ. ഇതാണെങ്കിൽ 300 അല്ലേ? ക്യാമറ വിത്ത് സെൻസറാണോ? ക്യാമറ മാത്രം. ക്യാമറയിൽ ലൈൻ ഉണ്ടാവും. അതിൽ ഇത് കാണിക്കുമല്ലോ. ബാക്കി സാധാ ക്യാമറ സൗണ്ടും കാര്യങ്ങളും ഒന്നും വരില്ല, കാണാൻ പറ്റും. ഒരു 3 ലൈൻസ് ഉണ്ട്. നമ്മളത് കറക്റ്റ് റിവേഴ്സിങ് ആണെന്നുണ്ടെങ്കിൽ പക്ക. റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. അങ്ങനെ നമുക്ക് വരുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ എത്ര വണ്ടിക്ക് വെച്ചത് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ധൈര്യത്തെ കൊണ്ടുപോയി, നമ്മളിവിടെ ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ധൈര്യത്തെ പറയണം. നമുക്ക് അങ്ങനെ വേറെ സീനൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക് സാധനമാണല്ലോ, എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ വരുന്നതിൽ എന്തെങ്കിലും മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് അങ്ങനെ എന്തെങ്കിലും വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ സാധനം മാറ്റത്തില്ല. അത് കുഴപ്പമില്ല. 1 വർഷം വേറെ കിട്ടുമോ? 1 വർഷം തരാം. ക്യാമറയ്ക്കെല്ലാം കൂടെ തരാം. അപ്പോൾ നമ്മൾ സെൻസർ സെറ്റ് ചെയ്യാൻ വന്നിട്ട് നേരെ ക്യാമറ സെറ്റ് ചെയ്യാനുള്ള ഓപ്പിലോട്ടാണ് പോകണം. ചെറിയ ഡിസ്പ്ലേ ആണ്, എന്നാലും നമുക്ക് ഇതൊക്കെ മതി അല്ലേ? 3500 പറഞ്ഞിരിക്കുന്നത് അല്ലേ ഏട്ടാ? വിത്ത് 1 ഇയർ വാറണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ ഗൈസ്, ശരി.
അപ്പോൾ നമ്മൾ നേരെ ക്യാമറ സെറ്റിങ്ങിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് പില്ലറിൻ്റെ ഇതിളക്കി അതിൻ്റെ അകത്തൂടെയാണ് ക്യാമറയുടെ ലൈൻ എടുക്കുന്നത്. ക്യാമറയുടെ ലൈന് നേരെ നമ്മുടെ ബാക്ക് സൈഡ് വരെ കൊണ്ടുപോകണം. അപ്പോൾ അറ്റ് ദ സെയിം ടൈം തന്നെ ബാക്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് ലൈറ്റും ഇളക്കിയാണ്, അസംബ്ലി ഇളക്കിയാണ്. അതിലാണ് ക്യാമറയിലോട്ടുള്ള പവർ കൊടുക്കുന്നത്. പ്ലസ് അതിനകത്തൂടെയാണ് ക്യാമറയുടെ ലൈനും എടുക്കുന്നത്. അപ്പം അത് രണ്ടും അറ്റ് ദ സെയിം ടൈം ചെയ്യുകയാണ്. അപ്പം നമുക്ക് നേരെ ടൈം ലാപ്സിലോട്ട് പോവാം. ഫുൾ റെക്കോർഡിങ് വിത്ത് ടൈം ലാപ്സാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ ലൈനെല്ലാം ഫുള്ളി കവേർഡായിട്ടുള്ള രീതിയിലാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത് അവർ. അപ്പം ഡിസ്പ്ലേക്കുള്ള പവർ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നമ്മുടെ പ്ലെയറിൽ നിന്നാണ് ഡിസ്പ്ലേക്കുള്ള പവർ എടുക്കുന്നത്. പിന്നെ ബാക്ക് ക്യാമറയ്ക്കുള്ള പവർ എടുക്കുന്നത് നമ്മുടെ ബാക്കിലുള്ള ബ്രേക്ക് ലൈറ്റിൽ നിന്നാണ് അതിനുള്ള പവർ എടുക്കുന്നത്. എല്ലാം കട്ട് ചെയ്ത് പണ്ടത്തെ സെറ്റപ്പ് പണ്ടൊന്നും ഇറങ്ങിയില്ല, സോക്കറ്റൊന്നും ഇറങ്ങിയിട്ടില്ലല്ലേ? അപ്പം നിന്റെ എല്ലാം കട്ട് ചെയ്തതിനെ കൊടുത്തു. കമ്പനി ഫിറ്റ് ചെയ്യണതേ ഉണ്ടായില് മിക്കുള്ള സോക്കറ്റ് ഇടാറുണ്ട്. ഉണ്ടായില് സോക്കറ്റ് ഇടാറില്ലല്ലേ? ഉണ്ടായില് വെളിയിൽ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നതാണ് അവരത് ലാഭിക്കും. ചേട്ടാ ഇപ്പൊ എത്ര വർഷം ഈ പരിപാടി തുടങ്ങിയിട്ട്? 15 വർഷം. അപ്പോൾ ഒരു വെറ്ററിനാണ് നമ്മളിവിടെ ഉള്ളത്. 15 വർഷമായിട്ടുള്ള. പേരെന്താണ് ചേട്ടാ? ശ്രീജിത്ത്. അപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടിയുള്ള സെൻട്രൽ അലൈൻമെൻറ്റ് നോക്കിയിട്ട് ഹോൾ ഇടുകയാണ്. ഹോൾ വെച്ചിട്ട് ഹോളിനകത്ത് വയ്ക്കുന്ന ക്യാമറയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ക്യാമറയ്ക്കും ക്യാമറയുടെ LED-ക്കും വേണ്ട പവർ ലെഫ്റ്റ് സൈഡ് ബ്രേക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്, ബ്രേക്ക് ലൈറ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഓൾസോ ക്യാമറയുടെ ഇൻപുട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് ത്രൂ പില്ലർ ത്രൂ ആണ് കൊടുത്ത് ഫ്രണ്ടിൽ എടുത്തേക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ തീരാറായിരിക്കുകയാണ്. നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള തിരുവോണം കാർ പ്ലസിൽ നിന്നാണ്. വെഞ്ഞാറമൂടും നെടുമങ്ങാടുമാണ് ഇതിൻ്റെ ഷോപ്പ് വരുന്നത്. എല്ലാവിധ കാർ അക്സസറീസിനും നിങ്ങൾക്ക് ഷാജിൽ ഭായിയെ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ പരിപാടി 1/2 മണിക്കൂർ കൊണ്ട് തീർത്തുന്നു ശ്രീജിത്ത് ഭായ്. അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ ബിനുവിൻ്റെ കാറിൽ അടിപൊളിയായിട്ടൊരു നമ്മൾ പാർക്കിംഗ് സെൻസർ വെക്കാനാണ് പോയത്. പക്ഷേ നമ്മൾ നേരെ ഒരു ക്യാമറ വിത്ത് സ്ക്രീനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്രീൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ സ്ക്രീനാണ്. അപ്പോൾ റിയർവ്യൂ ക്യാമറ മാത്രം കിട്ടുന്ന ഒരു സ്ക്രീനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വെറും 3500 അല്ലടാ, 3500 രൂപയ്ക്ക് നമ്മൾ സ്ക്രീന് വിത്ത് റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ചീപ്പസ്റ്റ് ആണ്. വിത്ത് 1 ഇയർ വാറണ്ടിയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി അല്ലേ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള ഓരോ കാർ അക്സസറീസും കാര്യങ്ങളൊക്കെ അടുത്ത് നമ്മൾ ബിനുമായിട്ട് തന്നെ വരും അല്ലേ ബിനു? അതാണ്. അപ്പം സീ യു ഗൈസ് അഗൈൻ. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്.